അപ്പൊ ഗൈസ് ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണ്. അതെ ഗൈസ്, അതുകൊണ്ട് നമ്മളെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും കൂടെ ഉൾപ്പെടുത്തി ഒരു ഓണം വ്ളോഗാണ് ഗൈസ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ കാണും. അതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്ത് ഞങ്ങൾ എന്താ ബെറ്റർ ആക്കണേന്നൊക്കെ ഒന്ന് പറയുക. പിന്നെ കുറച്ചൊക്കെ മിസ്റ്റേക്ക് വരുന്നത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഞങ്ങൾ പയ്യെ പയ്യെ എല്ലാം ശരിയാക്കാം. അതെ ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്ന് മെയിൻ എന്ന് പറഞ്ഞ പാചകമാണ്. ചോർന്നോന്ന് ചോദിച്ചോ സ്പെഷ്യൽ നാരങ്ങ അച്ചാർ. സൂപ്പർ അല്ലേ? മണം വരുന്നുണ്ടല്ലേ? എന്റെ ഫോട്ടോ എന്റെ ഫേസ് നല്ല സുന്ദരിയായിട്ടുണ്ട്. അയ്യോ, ഞാൻ വിചാരിച്ച ചക്കയായിരിക്കും. ഇഞ്ചിയാണ് ഗൈസ്, ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ നാരങ്ങ അച്ചാറ്. ആഹാ, ഇതിപ്പോ ഇച്ചിരി കൂടെ കുറുകണമെന്ന് തോന്നുന്നല്ലേ? കുറുകണമെന്ന് തോന്നുന്നു. കായമാണ് ഇട്ട് വെച്ചിരിക്കുന്ന. കൊള്ളാം. എല്ലാം ചെയ്യാൻ നമ്മളെ ഉള്ളൂ ഗൈസ്. ഇവണ്ണരിഞ്ഞതൊക്കെയാണ് ഗൈസ്. ബോംബെ വർക്കാനായിട്ടൊന്നും കൊണ്ടുവന്നില്ല. The real owner of the trend. അങ്ങനെ പുരോഗതിക്കുകയാണ് ഗൈസ് നമ്മുടെ ബീനൻ്റെ. ഇതെന്തിന്റെയാ? കൊച്ചമ്മേറെ പരിപാടി, തേങ്ങ ചിരണ്ടൽ പരിപാടി. ഞങ്ങളിവര് പൂതന്ന് കൊടുക്കുവാണ് ഗൈസ്. നമ്മുടെ നാരങ്ങ തിളക്കി കൊടുക്കാം. ഞാനാണ് ഇതുണ്ടാക്കുന്നത്. പറയുവാ ഗൈസ്. ചൊറുക്കായിട്ടുണ്ട്. അമ്മേനെ വേണ്ട. ടിങ്കും മിങ്കും ഒക്കെ നിരന്നിരിക്കുന്നുണ്ട്. പൈനാപ്പിൾ വേണോ? സെറ്റാണ് ഗൈസ്. എന്തുവായി ഇളക്കിക്കൊണ്ടിരിക്കുന്നല്ലേ? വേറെന്തിനും അല്ല ഗൈസ്, നമ്മൾ ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ആഹാ, ബീട്രൂട്ട് വന്നപ്പോ മനസ്സിലായി കാണുമല്ലോ അല്ലേ? അങ്ങനെ ഇളക്കിയിട്ട് മതി വരാത്തോണ്ട് നമ്മൾ വീണ്ടും തിരിച്ചു മറിച്ച് വിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ വെള്ളവും കൂടെ ഒഴിച്ചപ്പോഴത്തേക്കും അതിന്റെ പരിപാടി ഏകദേശം തീരാറായി. ഇതെന്താ പെട്ടെന്ന് ട്രാൻസിഷൻ വന്നേന്നല്ലേ? ബാക്കി വീഡിയോസ് എടുക്കാൻ മറന്നുപോയതാണ് ഗൈസ്. അങ്ങനെ 2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് ആ കറി നമ്മളങ്ങ് ഇറക്കി വെച്ച്. അപ്പോൾ അടുത്തായി നമ്മൾ പൈനാപ്പിൾ പച്ചടിയാണ് ഗൈസ് വെക്കാൻ പോകുന്നത്. ഞങ്ങൾ എന്ത് ചെയ്താലും ഒരു താളത്തിലാണ് ഗൈസ് ചെയ്യുന്നത്. ആ താളത്തിൽ നിന്ന് വന്ന കൊട്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അപ്പോൾ നമ്മൾ പൈനാപ്പിളൊക്കെ ഇട്ട് നല്ല ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ 3 സ്പൂൺ നെയ്യ് ഇട്ട് അതും അങ്ങ് നന്നായിട്ട് ഇളക്കി അങ്ങ് യോജിപ്പിച്ച്. അങ്ങനെ ഈ കറിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാകാറായി. അപ്പോഴാണ് ബീനാൻ്റെ വന്നിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച അച്ചാർ എടുത്ത് ഓരോ ഭരണിയിലാക്കാൻ തുടങ്ങി. അങ്ങനെ അച്ചാർ ഭരണിയിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. എന്റെ മിച്ചം വന്ന ബാക്കി പൈനാപ്പിൾ ഇപ്പൊ നമ്മൾ തിന്നോണ്ടിരിക്കുവാണ് ഗൈസ്. ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്ന അച്ഛൻ അല്ല നമ്മയുടെ അല്ലേ? സൂര്യനായി തഴുകി ഉറക്കമുണർത്തുവെന്നച്ഛനെയാണ് കന്തപ്പാസം ഗൈസ്. ഇതെന്താ ഇത് തേങ്ങ ഇതാക്കി വെച്ചിരിക്കുന്നത്? സെറ്റ് സാധനം നല്ല രസമുണ്ട് കാണാം. ബ്രൗൺ ഷുഗർ കണക്കുണ്ട്. അങ്ങനെ ബാക്കിയുള്ള പരിപാടിയെല്ലാം അപ്പച്ചന് വേണ്ടിക്കും വിട്ടു കൊടുത്തിട്ട് ഞങ്ങൾ പോയി കിടന്നങ്ങ് ഉറങ്ങി.
അങ്ങനെ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ആദ്യം പോയി നോക്കിയത് ഞങ്ങൾ അത്തമാണ് ഗൈസ്. ഈ അത്ത വിട്ട് തീർന്നത് ഒരു ടിസ്റ്റ് സംഭവിച്ചു ഗൈസ്. അതറിയണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ നേരത്തെ വീഡിയോ പോയി ഒന്ന് കാണണേ. അങ്ങനെ അത്തവും കണ്ട് കയറി ചെന്നപ്പോഴാണ് ചേട്ടു ഇരുന്ന് പച്ചക്കറി അരിയുന്നത് കണ്ടത്. ധ്യാനൂട്ടനാണെങ്കിൽ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് കുറേ നേരമായിട്ട് നടക്കുമായിരുന്നു. നൈറ്റ് താമസിച്ച് കിടന്നുകൊണ്ട് രാവിലെ എഴുന്നേക്കാൻ ഇച്ചിരി ലേറ്റായേ. അങ്ങനെ അടുക്കളയിൽ കയറി നോക്കിയപ്പോഴാണ് ഇതേ പായസമൊക്കെ റെഡിയാക്കി അവർ നല്ല സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ പായസ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരുവോണ സദ്യ കഴിക്കാനായിട്ട് അങ്ങിരുന്നു. ആ ട്യൂഷനിലെല്ലാം കൂടെ വിളമ്പി വെച്ചിരിക്കുന്ന കാണാൻ തന്നെ എന്തൊരു ചെയ്യല. സദ്യ കണ്ടതും ക്യാമറ പോലും മൈൻഡ് ചെയ്താണ് ഈ സേത്തു ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. ഉരുട്ടി കഴിക്കണം ഗൈസ്, തന്നെ കഴിക്കുന്നുണ്ട്. തരത്തില്ല, പരിപ്പാണ് തേനോട്ടാ ഫേവറേറ്റ്. പെട്ടെന്ന് കുഴച്ച് തിന്നോട്ട്. എത്രോട്ടം നിന്ന് നീ സദ്യ? എത്രോട്ടം നിന്ന് സദ്യ? 3 വട്ടം തിന്നുക. തിന്നാണ്ട് എഴുന്നേറ്റ തല അടിച്ചു പൊളിക്കും. അല്ലല്ല, നീ ഇത് എത്ര കറി കൂട്ടി എത്ര വട്ടം എന്ന് പറഞ്ഞ എത്ര വട്ടം ചോറ് വാങ്ങിച്ച് തിന്നു വന്ന്? ഇപ്പൊ അതിനെന്താ പൊന്നുകുടത്തിന് എന്തിനാ പൊട്ട്? ഇതിലേതാണ് കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി? ചിപ്സ് കറിയല്ലടോ, ചിപ്സ്. ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി ഇല്ല, പക്ഷെ ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഇഞ്ചിക്കറിയാ ഗൈസ്. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഇഞ്ചിക്കറിയാണ്. ഇതിനകത്ത് ഇരിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഇഞ്ചിക്കറിയാണ്, പക്ഷെ ഇഞ്ചിക്കറി ഇതിനകത്ത് ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞ് പാലടപ്രഥമനും ബോളിയും കൂടെ കഴിച്ചു ഗൈസ്. നമുക്ക് വേറെ 2 പായസവും കൂടെ ഉണ്ടായിരുന്നു ഗൈസ്, പക്ഷെ അത് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ പായസം എല്ലാം കുടിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നമ്മുടെ ഡ്രസ്സ് തേക്കാനാണ് ഗൈസ്. ഞങ്ങളൊരു തിരുവോണം സ്പെഷ്യൽ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷേ കോമഡി അതല്ല, ഞങ്ങൾ തിരുവോണം സ്പെഷ്യലാണ് ഉദ്ദേശിച്ചെങ്കിൽ ഒരുങ്ങി വന്നപ്പോൾ ഒരു തമിഴ്നാട് സ്റ്റൈലായി പോയെന്ന്. അപ്പൊ ഞങ്ങളുടെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ. നമ്മളിത് ഈ പൂവെല്ലാം കൂടെ വെച്ച് കെട്ടുവാണ് ഗൈസ്. അതെ ഗൈസ്, ഇതാകുമ്പോ കുഴപ്പമില്ലല്ലോ, മുല്ലപ്പൂ ഇല്ല, അതുകൊണ്ട് മുല്ലപ്പൂ ഇല്ലാത്തോണ്ടല്ല ഗൈസ്, നല്ല റേറ്റ്. അതെ, അതുകൊണ്ട് നമ്മള് ഇത് വാങ്ങിച്ച് നമ്മൾ ഒരു അമ്മയുടെ ഓഫീസിലേക്ക് വേണ്ടി നമ്മൾ മേടിച്ചായിരുന്നു. നമ്മൾ വിചാരിച്ച് മേടിക്കാൻ ഇന്നത്തെ കാര്യം ടൈം കിട്ടിയില്ല. രണ്ടാമത്തെ കാര്യം പൈസ പിന്നെ ഇതുണ്ടല്ലോ, അപ്പൊ ഒരു ലുക്കും കൂടെ ആവില്ലേ? ലുക്ക് കൂടെ ആവുന്നത് മാത്രല്ല, നോക്കിയപ്പോ ഇത് കുറെ അത്തോട മേടിച്ച, പക്ഷെ ഇത് നമുക്ക് അധികം വേണ്ടി വന്നില്ല. അപ്പൊ ഞാനിവിടെ ഡ്രസ്സൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് പൈസ. ഇവിടെ ഒരുത്തൻ എന്തോ തേനിട്ട പാട്ട് പാടിയാണ്. മരിയൊക്കെ പാടി. ഒരബദ്ധം പറ്റിയിട്ടുണ്ട് ഗൈസ്. ഞാനിവിടെ പൂ കോർത്തോണ്ടിരിക്കുകയാണ്, വേറെ കോർത്തോണ്ടിരിക്കുകയാണ് തല വയ്ക്കാനായിട്ടുള്ള. അപ്പോൾ വാണിമോൾ ഇവിടെ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം പറ്റിയതെന്ന് വെച്ചാൽ വാണിമോളുടെ മൂക്കില് കുറച്ച് മൈലാഞ്ചി വീടിക്കൊണ്ടിരി കൊറേ ഉണ്ടാ. ഇത് മറ്റേ ബിഗ് ബിയുടെ മൈലാഞ്ചി ഇട്ട് അപ്പം തന്നെ കളർ വരും. ഞാനിപ്പോൾ തുടച്ചെടുത്തു, പക്ഷെ അത് ആ മൂക്കിലിരിക്കുന്ന അത് കളറാണ് ഗൈസ്. അപ്പോഴാണ് ഗൈസ് സുനിയമ്മ വന്നത്. നമ്മുടെ തേരുമ്മയുടെ വീട്ടിലോട്ട് ശ്രീകുട്ടി ഞങ്ങളുടെ ചേച്ചിയാണ് ഗൈസ്. കണ്ട ആ ഒരു ഇതിലൂടെ തെളിയിച്ചിരിക്കുന്നത്. അമ്മ അപ്പുറത്ത് പോയി ഗൈസ്. ഇതാണ് സേട്ടുൻ്റെ അത്തം. നമ്മൾ ഇന്നലെ 100 രൂപക്ക് പൂ മേടിച്ചായിരുന്നു, അതിൻ്റെ അത്തം. ഇതാണ് ഗൈസ് നമ്മുടെ അളിയൻ. വിനോദച്ചനാണെങ്കിൽ അളിയനെ പിടിച്ച് പുന്നാരിപ്പിക്കുമായിരുന്നു. എങ്ങനുണ്ട് അമ്മേ? ഇതിട്ട് കഴിഞ്ഞ ഉടനെ ഇപ്പൊ ഒന്നുകൂടെ ഭംഗിയായി. ഇതിട്ട് കഴിഞ്ഞപ്പോ തന്നെ മഴ പെയ്തമ്മേ. 5 മണിയായി തീർന്നപ്പോ.
ഇട്ട് തീർന്നപ്പോ തന്നെ മഴ പെയ്തു. ഇതിന്റെ മണ്ണ് മൈലാഞ്ചി ഒന്ന് കയ്യിലിട്ടതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ കയ്യിൽ പോയി. സംഭവം പോയില്ലേ? ഇത് കണ്ടോ ഇവിടെ അവിടെ എല്ലാരും മുറിനോന്ന് ചോദിക്കുന്നുണ്ട്. പോയി നന്നായിട്ട് പോയില്ലേ? നന്നായിട്ട് പോയില്ല. കണ്ടത് ഇവിടെ മുറിഞ്ഞോ പതഞ്ഞു വരുന്നത്. അപ്പൊ മേക്കപ്പ് റിമൂവർ വെച്ചിട്ട് നോക്കാണ്. അങ്ങനെ നമ്മൾ ഒരുങ്ങിപ്പോയി ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തോണ്ടിരിക്കുവായിരുന്നു ഗൈസ്. അപ്പോഴാണ് അമ്മമാരെല്ലാവരും കൂടി ഇരുന്ന് ഓരോ കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണോ കൊച്ചു ചെറുക്കനിരിക്കുന്നതെന്ന് ഇതുവരെയായിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഒന്നും മനസ്സിലായില്ലേലും എന്തൊക്കെയോ മനസ്സിലായതുപോലെ അവൻ അവിടെ ഇരുന്ന് അഭിനയിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. പിന്നെ അഭിനയിച്ച് മടുത്തിട്ടാണോ എന്നറിയത്തില്ല, തലയൊക്കെ ചൊറിയുന്നുണ്ടായിരുന്നു. ഓ കള്ളം കണ്ടുപിടിച്ച്. അങ്ങനെ അക്കേനെ അളിയനെയും കണ്ടപ്പോഴത്തേക്കും പിന്നെ ആ ബെറി ടു ഡ്രീംസ് അങ്ങ് പാടാൻ തുടങ്ങി. കമ്മ്യൂണിസ്റ്റ് ആയ എന്റെ അച്ഛന് അവൻ പൊട്ട് തൊടിപ്പിച്ചു. നീ എന്താണ് നേരിട്ട് അങ്ങനെ ഒരു ഇടാൻ പ്ലാനിങ് ഉണ്ടോ? 6 മക്കളെ നോക്കിക്കോളൂ. ഞാൻ പറഞ്ഞു ശരി, നീ അത് വേലക്കാരെ നിർത്തിത്തരാം. എന്നിട്ട് ധ്യാനൂട്ടനൊരു ബ്യൂട്ടീഷ്യൻ എനിക്ക് പൊട്ടു കൊടുന്നു. ഈ കൊച്ച് ഏതാണെന്ന് എനിക്കറിയില്ല, നല്ലൊരു കൊച്ചാണ്. നല്ല മാന്യമായിട്ട് എനിക്ക് പൊട്ടു വരുന്നുണ്ട്. അവനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വിനോദ് പ്രഭാകരൻ. ഇവര് കപ്പിൾസ് ആയിട്ടാണ് ഗൈസ് എല്ലാരും. എനിക്ക് പറയാനുള്ളത് അത്ര പോരെ, ചെറുക്കൻ എത്ര പോരെ. നിങ്ങളല്ലേ ഇത്ര നേരം എടുത്തോണ്ടിരുന്ന. ഇതുണ്ടോ ഞാൻ ചിരിച്ചോ? ഫോട്ടോ എടുക്കുവാണേ. വെയിലടിച്ചിട്ട് എന്താ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ആ നിങ്ങൾ മാറിക്കോ. ഇവനാണ് കാരണം, ഇവനാണ് എല്ലാത്തിനും കാരണം. ഇവൻ മാത്രമാണ് എല്ലാത്തിനും കാരണം. വെയിലത്ത് പോയി നിന്നിട്ട് കപ്പത്തോട്ടോ അല്ല, ചീരകളല്ല, വെണ്ടകൾ. എന്തൊക്കെ കാണണ. അങ്ങനെ ധ്യാനൂട്ടൻ എൻ്റെ മേത്ത് കൺമശിയൊക്കെ തേച്ചതറിഞ്ഞപ്പോൾ ധനന്തന് പ്രതികാരം വീട്ടാൻ നമുക്ക് ഒരു അവസരം വരുമെന്ന് പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അകത്തോട്ട് കയറിപ്പോയി. എന്നിട്ട് ഞങ്ങൾ പിന്നെയും വന്ന് എത്താൻ നോക്കിയപ്പോഴത്തേക്കുമാണ് അതിൻ്റെ സൈഡിൽ നിന്ന് ബീനൻ്റെ ഒറ്റക്ക് തിരുവാതിര കളിക്കുന്നത്. ഇങ്ങനെയൊക്കെ എന്റെ മടിയിൽ അങ്ങനെ അവന്റെ കുരുത്തക്കേട് കൂടിയപ്പോ ഞങ്ങൾ അവനെ പിടിച്ചങ്ങ് പൂട്ടിയിട്ടു. ഞങ്ങൾ ഇട്ടോണ്ടാ. പിന്നെ നമ്മൾ നേരെ പോയത് കഴിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛന്മാരെ കാണാനാണ്. നമ്മളെ വിളിക്കാതെ കഴിച്ചതിന് പിന്നെ പിണക്കമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഗൈസ്. അച്ഛന്മാര് മാത്രല്ല അമ്മമാരും ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. ഗൈസ് നമ്മൾ പാല് വയ്ക്കാനായിട്ട് പോവാണ് ഗൈസ്. എൻ്റെ പുറകെ പട്ടിയുണ്ടോ ഗൈസ്? ആ എൻ്റെ പുറകെ വന്നെയാണ് ഗൈസ് ആ അമ്മിണി പട്ടി. ഞാൻ പേരിട്ട അമ്മിണി പശു അല്ല, ശരി. പട്ടിയുടെ പേരെന്തുവാ? സോനാ നീ. ഇതപ്പുറത്തെ പറമ്പിൽ ഓണപരിപാടിയുടെ സൗണ്ടാണ് ഗൈസ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. നമ്മുടെ വീട്ടിലെല്ലാവരും വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ പോയില്ല. തല്ലു ഗൈസ് തല്ലു. യു മൈലോഞ്ചി ഇത് കാണാൻ നല്ല രസമുണ്ടല്ലേ പേരിൽ.
നല്ല കളറാണ് ഗൈസ് ഈ ക്യൂടെക്സ്. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. അമ്പലത്തിൽ മണിയടിക്കുന്നത് ചെങ്ങയുടെ കണ്ണുണ്ട്. നമ്മളങ്ങനെ ഇരിക്കണം ഗൈസ്. അവിടെ എന്തോ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അറിയത്തില്ല. എന്റെ പൊന്നുവെണ്ണെ മതി കേട്ടോ. കേക്കണ്ടേ അവര്? ശരി, ചോദിച്ചു. അങ്ങനെ അപ്പുറത്തുനിന്ന് അവരെ വിളിച്ചൊക്കെ വരുത്തി നമ്മൾ പാലക്ക വാങ്ങിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഗൈസ്. ഇങ്ങനെയാണ് ഗൈസ്. ക്ഷീണിച്ചോളൂ. അക്കേനെ ഫ്രണ്ട് ക്യാമറ എടുക്ക്. ഓക്കെ, നിങ്ങൾ അടിയൊക്കെ വെക്കൂ. ഇതൊക്കെ എത്ര അതെ, ക്ഷീണിച്ചുറങ്ങി. പണി എടുക്കുന്ന പിടിയങ്ങോട്ട് അവസാനം എനിക്ക് തന്നെയൊക്കെ ഞാൻ ചെയ്യുന്നത്. ഞാൻ അല്ല, ദോശ മറിച്ചിടാൻ മാത്രമേ എന്നെ വിളിക്കണേ. അങ്ങനെ ഓണം ആയതുകൊണ്ട് നമ്മുടെ അളിയൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവരായിട്ടൊക്കെ ഓരോന്ന് പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം പാട്ടൊക്കെ ഇട്ട് തുള്ളി. അങ്ങനെ ധ്യാനിട്ട് ക്ഷീണിച്ചെടുക്കാനായിട്ട് പറയുവാണ് ഗൈസ്. ഇപ്പോൾ ഇതൊക്കെ വ്ളോഗിൽ പോവേ, എക്സ്ക്ലൂസീവ്. വൃത്തിക്ക് കാണിക്കട്ടെ. അങ്ങനെയല്ലേടി. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കെ.